ആറാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന വിഷയം. അധ്യായം 1 ചിത്രവർണ്ണങ്ങൾ. അതിലെ ഒന്നാം പാഠം ഒരു ചിത്രം എന്നതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന പാഠം. ഈ അധ്യായത്തിലെ ആമുഖമായിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. പേര്, നിറം. പുൽപ്പരപ്പ്, മുന്നിൽ നീലത്തടാകം, ഓരത്തോട് ചേർന്ന് വെള്ളാമ്പലുകളും ചെന്താമരകളും, നീന്തിത്തുടിക്കുന്ന അരയന്നങ്ങൾ, നിറയെ പൂത്തുലഞ്ഞ് ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിലേക്ക് പറന്നിറങ്ങുന്ന പക്ഷികൾ, അപ്പുറത്ത് നീല മലനിരകളുടെ മതിൽക്കെട്ട്, ആകാശത്ത് വെള്ളമേഘങ്ങളുടെ പഞ്ഞിക്കെട്ടുകൾ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന വിവരണങ്ങൾ അനുസരിച്ച് നമ്മളൊരു ചിത്രം വരയ്ക്കണം. ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്? പുൽപ്പരപ്പ്, നീലത്തടാകം, പിന്നെയോ വെള്ളാമ്പൽ വേണം, ചെന്താമരകൾ വേണം, പിന്നെ അരയന്നങ്ങൾ വേണം, പിന്നെന്താ വേണ്ടേ? വൃക്ഷങ്ങൾ വേണം, അതിലേക്ക് പറന്നിറങ്ങുന്ന പക്ഷികൾ വേണം, പിന്നെയോ മലനിരകൾ വേണം, പിന്നെയോ വെള്ളമേഘങ്ങളും വേണം. ഇതൊക്കെ ചേർത്ത് നമ്മളൊരു ചിത്രം വരയ്ക്കാം. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഒരു ചിത്രം. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യ മഞ്ജരി ഒന്നാം ഭാഗത്തിൽ നിന്നെടുത്ത വരികളാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. നമുക്ക് കവിത ഒന്ന് ചൊല്ലിയാലോ? നീതോ കാൺകോരാൻ കുഞ്ഞിതാ തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലേ കറന്നിടുമമ്മ തന്മീൻ മലം വശം ചാരി നിൽപ്പൂ. മാതാവോ പൈക്കറ നിർത്തി മണിവള പ്രാതമണിഞ്ഞ വലതു കയ്യാൽ പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായി കോൾമയിർ കൊണ്ടിടുന്നു. ചേലുറ്റ പാത്രത്തിലമ്മ നറു ചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. താമരത്താരിതൾ പോലെ നെടുതായി തൂമയെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണിതെന്നോ മനവക്രമിതെത്ര രമ്യം. എമ്മട്ടെന്നോതുവാനേതും കഴിവില്ല തമ്മധുരാനനമൊന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമെല്ലാവർക്കുമേ ചെന്നെടുത്തുമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ. കേവല ഭംഗ്യാ കൊഴുത്തുരുണ്ടുള്ളോരി പൂവൽമേയ് പുൺമോർ തൻ പുണ്യവാന്മാർ ലാവണ്യദുഗ്ധം കടഞ്ഞെടുത്തിടിന തൂവെണ്ണയോ ഇതു തമ്പുരാനെ. ഈ വരികൾ ആരാണ് എഴുതിയത്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. ഏതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? സാഹിത്യ മഞ്ജരി ഒന്നാം ഭാഗത്തിൽ നിന്നാണ് ഈ വരികൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് നോക്കിയാലോ? പശുവിനെ കറക്കുന്ന അമ്മയുടെ അരികിൽ പാലിനു വേണ്ടി പാത്രവുമായി കാത്തു നിൽക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. ഈ സന്ദർഭമാണ് വള്ളത്തോൾ മനോഹരമായി ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നത്. നീതോ കാൺകോരാൻ കുഞ്ഞിതാ തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലേ കറന്നിടുമമ്മ തൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പൂ. എന്താണ് കവി ഇതിൽ പറയുന്നത്? പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയാണ് യശോദ. കുഞ്ഞിക്കൈയിൽ ചെറിയൊരു പാൽപാത്രവുമായി
യശോദയുടെ ശരീരത്തിൽ ചാരി ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നു. മാതാവു പൈക്കറ നിർത്തി മണിവള വ്രാതമണിഞ്ഞ വലതു കയ്യാൽ പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായി കോൾമയർ കൊണ്ടിടുന്നു. അമ്മയായ യശോദ പശുവിനെ കറക്കുന്നത് നിർത്തിയിട്ട് തങ്കവളയണിഞ്ഞ വലതു കൈകൊണ്ട് സന്തോഷത്തോടെ കണ്ണനെ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കുന്നു. ചേലുറ്റ പാത്രത്തിലമ്മ നറു ചൂടുപാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തുണ്ടി വായ്മലരിൽ ചെറ്റുപാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. എന്താണ് കവിയുടെ പറയുന്നത്? അവന്റെ കയ്യിലെ പാൽപാത്രത്തിലേക്ക് അമ്മ ചെറു ചൂടുള്ള പാല് പകർന്നു കൊടുക്കുന്നു. അപ്പോൾ കണ്ണന്റെ ചെന്തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ടിൽ പാലിനെ തോൽപ്പിക്കുന്ന പുഞ്ചിരി തെളിഞ്ഞു എന്നാണ് കവി ഇവിടെ പറയുന്നത്. താമരത്താരിതൾ പോലെ നെടുതായി തൂമയെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണിതെന്നോ മനവക്ത്രമിതെത്ര രമ്യം. ഇവിടെ എന്താണ് പറയുന്നത്? പാല് കൊടുത്തപ്പോ താമര ഇതൾ പോലെ നീണ്ടു മനോഹരമായ കണ്ണന്റെ മഷി എഴുതിയ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു എന്നാണ് കവി പറയുന്നത്. കണ്ണന്റെ കണ്ണ് എന്തിനോടാണ് വർണ്ണിച്ചിരിക്കുന്നത്? താമര ഇതൾ പോലെയാണ് കണ്ണന്റെ കണ്ണ് എന്നാണ് കവി വർണ്ണിക്കുന്നത്. എമ്മട്ടെന്നോതുവാനേതും കഴിവില്ല തമ്മധുരാനനമൊന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമെല്ലാവർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ. പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര മനോഹരമാണ് കണ്ണന്റെ മുഖം. അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും അവനെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നും എന്നാണ് കവി ഇവിടെ പറയുന്നത്. കേവല ഭംഗ്യ കൊഴുത്തുരുണ്ടുള്ളോരി പൂവൽമേ പുണ്മോർ താൻ പുണ്യവാന്മാർ ലാവണ്യ ദുഗ്ധം കടഞ്ഞെടുത്തിടിന തൂവെണ്ണയോ ഇതു തമ്പുരാനെ. പുഷ്ടിയുള്ളതും മൃദുലവുമായ ആ ശരീരം പുണരുന്നവർ തീർച്ചയായും പുണ്യം ചെയ്തവരാണ്. സൗന്ദര്യമാകുന്ന പാലിൽ നിന്നും കടഞ്ഞെടുത്ത വെണ്ണയാണോ കണ്ണന്റെ ശരീരമെന്ന് കവി അത്ഭുതപ്പെടുന്നു. വായിക്കാം, പറയാം. നീ ഇതു കാണുക. കവി ആരെയാണ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്? ആരെയാണ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്? പശുവിനെ കറക്കുന്ന അമ്മയുടെ ശരീരത്തിൽ ചാരി കുഞ്ഞി കൈയിൽ പാൽപാത്രവും പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് കവി ഇവിടെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ബാലന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടരാൻ കാരണമെന്ത്? എന്തുകൊണ്ടാണ് ബാലന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നത്? തൻ്റെ കയ്യിലുള്ള കൊച്ചു പാത്രത്തിൽ ഇളം ചൂടുള്ള പശുവിൻ പാൽ അമ്മ പകർന്നു കൊടുത്തപ്പോഴാണ് കണ്ണന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഈ കുഞ്ഞിനെ ആർക്കും എടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുന്നത് എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടായിരിക്കും? ഓമനത്തം തുളുമ്പുന്ന മുഖമാണ് കണ്ണൻ്റേത്, അല്ലേ? താമര ഇതൾ പോലെ മനോഹരമായ ആ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. കണ്ണന്റെ മനോഹരമായ മുഖം കണ്ടാൽ അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും ഉണ്ണിക്കണ്ണനെ എടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നും. അടുത്ത ചോദ്യമോ, ഉണ്ണിയുടെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഏതാണ് ആ വരികൾ? താമര താരിതൾ പോലെ നെടുതായി തൂമയെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണിതൻ നോമന വക്ത്രമിതെത്ര രമ്യം.